ഫിറോസ് ചുട്ടിപ്പാറ നമുക്കറിയാം, ഏറെ പ്രശസ്തനായ ഫുഡ് വ്ളോഗർ. വില്ലേജ് ഫുഡ് വ്ളോഗർ എന്ന ചാനലിലൂടെ ഏറെ പ്രശസ്തനായ വ്യക്തി. വലിയ വലിയ കിലോ കണക്കിന് എക്സ്പെൻസ് ഒക്കെ മുടക്കി ഫുഡൊക്കെ പാചകം ചെയ്ത് വീഡിയോ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന സമയവും അതിനനുസരിച്ചുള്ള തുകയും. പക്ഷേ ഇപ്പോൾ കാണികളൊക്കെ ഷോർട്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വലിയ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ സസ്റ്റെയിൻ ചെയ്തു പോകാൻ പറ്റാത്ത കൊണ്ട് അദ്ദേഹം UAE ആസ്ഥാനമായ ഒരു സംരംഭം തുടങ്ങി. ഈ പ്രശ്നം ഫിറോസ് ചുട്ടിപ്പാറയുടെ മാത്രമല്ലട്ടോ. യൂട്യൂബ് ചാനലിലെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന എല്ലാ ക്രിയേറ്റേഴ്സിനും കിട്ടിയ എട്ടിന്റെ പണിയാണ്. അതായത് ഷോർട്സ് വന്നതോടെ എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു. എന്താ ഷോർട്സിന്റെ ഉള്ളടക്കം എന്ന് വെച്ചാൽ, വലിയ കണ്ടന്റിനെ ചുരുക്കി 15 അല്ലെങ്കിൽ 30 സെക്കൻഡോ മാക്സിമം 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കൂടുതലും ഷോർട്സിലേക്ക് പോയത് കൊണ്ട് ലോങ് വീഡിയോസ് കാണാൻ തീരെ ഓഡിയൻസ് ഇല്ലാതായി. നമുക്കറിയാം, ലോങ് വീഡിയോസ് ഇട്ടാലാണ് ഏതൊരു യൂട്യൂബറിനും നല്ലൊരു വരുമാനം കിട്ടുക. ഷോർട്സിന് പൊതുവെ വരുമാനം കുറവാണ്, പക്ഷെ വ്യൂസ് നല്ലോണം കയറും. നമുക്ക് യൂട്യൂബിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമെങ്കിൽ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ റവന്യൂ കൊണ്ട് മാത്രമാകില്ല, മറിച്ച് ബ്രാൻഡ് പ്രൊമോഷൻ, കൊളാബറേഷൻ എന്നിവയിലാണ് മെജോറിറ്റി ആയ ക്രിയേറ്റേഴ്സും ഏണിംഗ് ചെയ്യുന്നത്. യൂട്യൂബ് ഒരു ടൈം പാസും അതുപോലെ തന്നെ ക്രേസുമായി കാണുന്ന ക്രിയേറ്റേഴ്സിന് ഇത് അത്ര വലിയ പ്രശ്നമായി തോന്നില്ല. കാരണം ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്കവരും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലിക്കാരായിരിക്കും. വിദ്യാർത്ഥികൾ അവരുടെ പഠന സമയം കഴിയുമ്പോഴും അതുപോലെ തന്നെ ജോലിക്കാർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഫ്രീ ടൈം ഓഡിയൻസ് ആയിട്ട് നല്ല കണക്ഷനും ഫ്രണ്ട്ഷിപ്പും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ക്രിയേറ്റേഴ്സിനും യൂട്യൂബിൽ നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കി തങ്ങളുടെ ജീവിതം ഹാപ്പിയും സേഫുമായി ഇരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പുതിയ ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.